നേരം പറ്റി കുറച്ച് ക്യാരറ്റ് ആണ് കിട്ടിയപ്പോൾ ഞാൻ കുട്ടികളോട് ഒരു ചോദ്യം കണ്ട് പാസ്സാക്കി. അല്ല, ഈ ക്യാരറ്റ് വെച്ച് എന്തുണ്ടാക്കണം? ഓല് ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. പിന്നെന്താ, സിമ്പിൾ അല്ലേ? ഞമ്മക്കുള്ള ക്യാരറ്റൊക്കെ ഹില്ലിന്ന് നോക്കിയിട്ട് കുറച്ച് മൊത്തം മനുഷ്യന്മാരെ ഞാനിങ്ങോട്ട് ഇറക്കിക്കണം കേട്ടോ. എന്നിട്ട് ഓല ഇങ്ങോട്ട് പീൽ ചെയ്ത് സെറ്റാക്കി എടുത്ത് ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി എടുക്കണം. ഇനി ഒന്നും നോക്കണ്ട, ഒരു ദയാദാക്ഷിണ്യം അല്ലാതെ ഓലിങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കാൻ മടിയുള്ളവർക്ക് മിക്സിയിലിട്ട് അരച്ചോ ചെറുതാക്കി നുറുക്കിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഇതിപ്പോ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയല്ലോ എന്ന് തോന്നിയത്. അല്ലെങ്കിലും എപ്പം ഉണ്ടാക്കിയാലും തികഞ്ഞില്ല എന്നുള്ള പരാതിയാണ്. ആ പരാതി എന്നാൽ തീർക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നല്ല ചൊറുക്കിലൊരു പാത്രം എടുത്ത് അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുട്ടന്മാരെയൊക്കെ തട്ടാം. എല്ലാവരും പാട് ചേർത്തില്ല കേട്ടോ, ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ബാക്കി ഞാനും ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിക്ക് ആവശ്യത്തിന് പാലും മിൽക്ക് മെയ്ഡും, ഇതിപ്പോ എന്താ മിൽക്ക് മെയ്ഡും ഒരു പാലിന്റെ കൺസിസ്റ്റൻസി. ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ അല്ലല്ലോ വേണ്ടിയത്, കുറച്ചും കൂടി കട്ടിക്കാവല്ലേ. ആ പോട്ടെ. പിന്നെ കാട്ടിന്റെ മിൽക്ക് മെയ്ഡ് ഇവിടെ എല്ലാം അടിച്ചു മാറ്റിയതുകൊണ്ട് അതിന്റെ പകരം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനി പിന്നെ എന്താ, അടച്ചു വെക്കുക, തുറക്കുക, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ഹൽവ സെറ്റ്. ഇതിന് വേണമെങ്കിൽ ഒരു ഇത്തിരി മുഞ്ചിരി നമുക്ക് ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുക്കാം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള സമയമല്ല. പിന്നെ ഇപ്പൊ എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഡെക്കറേഷൻ ചെയ്യണേ? എന്നാ പിന്നെ ഞാനും ഓല മാതിരി പാത്രത്തിലെടുത്താണ് കഴിച്ചു.